ഇടുക്കിയിലെ പ്രബല ഗോത്ര സമൂഹമായ മാന്നാന്മാരുടെ ഊരുകളിൽ കാലാവൂട്ടു മഹോത്സവം തുടങ്ങി. വിളവെടുപ്പ് സമയവും ഊരുകളിൽ നിന്നുള്ള മൺമറഞ്ഞ പിതൃക്കളോടുള്ള ആദരസൂചകമായും കുടികളിൽ കൂത്തുപാട്ടുകൾ ഉയരുന്നത്. ഫെബ്രുവരി 17 കാലാവൂട്ടു മഹോത്സവം കോഴിമലയിൽ പര്യവസാനിക്കും. വനമേഖലകളിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗമായ മന്നാന്മാരുടെ ഏറ്റവും വിശേഷപ്പെട്ട കലാരൂപമാണ് കൂത്ത്. കാലാവൂട്ട് മഹോത്സവവുമായി ഇപ്പോഴും ഇവർ കൂത്തിനോടൊപ്പം കുടികളെ ആവേശഭരിതമാക്കുന്നു. കോവിലിന്റെയും കണ്ണകിയുടെയും കഥയെ അടിസ്ഥാനമാക്കിയാണ് കൂത്ത് നടത്തുന്നത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരമുള്ള നാടൻ കലാരൂപങ്ങളോടും കഥകളിയിലെ ചില അവതരണ രീതിയോടും സാദൃശ്യമുള്ള ഒരു കലാരൂപമാണിത്. ഊരിൽ മരണമടഞ്ഞവരുടെ വീടുകളിലെത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് കൂത്താരംഭിക്കുന്നത്. ഇലത്താളം, തൂകൽ കൊണ്ട് നിർമ്മിച്ച മത്താളം എന്നീ വാദ്യോപകരണങ്ങളാണ് കൂത്തിന്റെ പിന്നണിയിൽ പാട്ടിനോടൊപ്പം മുഴങ്ങും. കൂത്ത് ആരംഭിക്കുന്നതിനു മുമ്പേ തെയ്യം, കഥകളി എന്നിവയിലെ പോലെ കേളികൊട്ടൽ നടത്തുന്നു. ദൈവവന്ദനത്തോടു കൂടിയാണ് കൂത്ത് ആരംഭിക്കുന്നത്. സ്ത്രീവേഷം കിട്ടുന്നതും ആണുങ്ങൾ തന്നെയാണ്. എല്ലാ വർഷവും ഇങ്ങനെ കാലാവൂട്ട് മഹോത്സവം നടത്താറുള്ളതാണ്. കാരണം ഞങ്ങൾ ഈ വിളവെടുപ്പിന് അനുബന്ധിച്ച് വിളവെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ പണ്ട് മുതൽ ഞങ്ങളുടെ ആചാരപ്രകാരം നടത്തി വരാറുള്ള ചടങ്ങാണ് ഈ കാലാവൂട്ട് മഹോത്സവം. ഇതിനെ സംബന്ധിച്ചോളം പറയാമെങ്കിൽ ഞങ്ങൾ ആചാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുതിർന്ന, അതായത് ഞങ്ങളിൽ നിന്നും ഇട പറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി അനുസ്മരിക്കുക, അവരെ പ്രീതിപ്പെടുത്തുക. ഇതുപോലെ പാരമ്പര്യമായ കൂത്ത് നടത്തി അവരെ പ്രീതിപ്പെടുത്തി അവരുടെ ആത്മാവ് ശാന്തി അടയുന്നതിന് വേണ്ടി ഉള്ള കർമ്മങ്ങൾ ബലി കഴിക്കുക എന്നുള്ളതാണ്. കയ്യിൽ വളയും കാലിൽ ചിലങ്കിയും അണഞ്ഞ് മുണ്ട് തറ്റൊടുത്ത് തോർത്ത് തലയിൽ കെട്ടും. കുലദേവതകളെ സ്മരിച്ചുകൊണ്ടുള്ള ആചാരപ്പാട്ട് പാടും. തിങ്കൾക്കാട് ആദിവാസി ഗ്രാമത്തിലേക്ക് ജില്ലയിലെ വിവിധ കുടിയിലുള്ളവർ കൂത്തിൽ പങ്കെടുക്കാനായി എത്തും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.